ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ധന്യ അനുഗ്രഹങ്ങളുടെ സന്തോഷത്തെ പങ്കിടട്ടെ. ഇത് ആഗമനത്തിൻ്റെ കാലയളവാണ്. അഡ്വൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആഗമനത്തിൻ്റെ കാലത്തെ വ്യത്യസ്ത രീതിയിൽ സഭാവിഭാഗങ്ങൾ വിവേചിക്കാമെങ്കിലും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വൻറ്റ് എന്നുള്ളത് ഒന്നാം വരവിൻ്റെ സന്തോഷം ഓർക്കുമ്പോൾ തന്നെ രണ്ടാം വരവിൻ്റെ സ്വീകാര്യത്തിനായി ഒരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഓരോ വർഷവും ആഗമന കാലയളവ് നാം ആഘോഷത്തോടെ ഏറ്റെടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരു നടന്ന സംഭവത്തിൻ്റെ ആഖ്യാനത്തിനപ്പുറമായി പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന കർത്താവിൻ്റെ വരവിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ് എന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആഗമനത്തിൻ്റെ ആകെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വരും എന്ന പ്രതീക്ഷയിൽ നാം നിലനിൽക്കുകയും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിസ്മസിനെ പറ്റി പറയുന്നത് ഇതൊരു ഇൻക്ലൂസീവ് ഫെസ്റ്റിവലാണെന്നാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷമാണ്. ക്രിസ്മസിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ തന്നെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളതും ഉയർന്ന ശ്രേണിയിലുള്ളതുമായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു സംഭവം ആരംഭിക്കുന്നത് തന്നെ. വെളിം പ്രദേശത്ത് മേൽക്കൂരയില്ലാത്ത ജീവിതം നയിക്കുകയും ജീവിതത്തിൻ്റെ അനുവാദം ലഭിക്കുകയും ചെയ്ത ആട്ടിടയന്മാരും ബൗദ്ധിക മേഖലയിൽ എല്ലാം അറിയുകയും അനുഭവിക്കുകയും തെളിയിക്കുകയും ചെയ്ത വിദ്വാൻമാരും അങ്ങനെ ജീവിതത്തിലെ എല്ലാ ശ്രേണികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പക്ഷേ ഈ ആഘോഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നമ്മൾ കാണുക, ആദ്യ നിമിഷം തന്നെ നാം അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാൻ കഴിയും, ഈ ആഘോഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ. ഇറ്റ് ഇൻക്ലൂഡ്സ് എവരി വൺ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് ഡിനോമിനേഷൻ. എല്ലാവരെയും ഈ ഒരു വലിയ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്മസിൻ്റെ ഓരോ സന്ദേശങ്ങളും നമുക്ക് വളരെ ആവേശം പകരുന്നതാണ്. സാധാരണഗതിയിൽ നമ്മളുടെ ഇടയിലുള്ള ഒരു സംശയത്തിനു കൂടി ഈ ക്രിസ്മസ് ദിനത്തിൽ നിവാരണം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ശാസ്ത്രലോകവുമായി അടുത്ത് ഇടപെടുന്നവർക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഒരു വെർജിൻ ബർത്ത് അല്ലെങ്കിൽ നിസ്സാരയായ ഒരു കന്യകയിൽ ഒരു ശിശു ജനനമെടുക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോ സംശയമൊക്കെ ശാസ്ത്രലോകവുമായി ഇടപെടുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്തരം ജനവിഭാഗങ്ങൾക്കും ഉണ്ടാകാം. എന്നാൽ അത്തരമൊരു ചിന്തയ്ക്ക് മറുപടി പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം: ദ ഗോഡ് ഹു ക്രിയേറ്റഡ് ദിസ് വേൾഡ് ഔട്ട് ഓഫ് നത്തിങ് is able to create a child from the empty womb of Mary. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എല്ലാമുള്ള അവസ്ഥയിലേക്ക് ഒരു ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിസ്സാരയായ കന്യകമറിയയിൽ ഒരു ശിശുവിനെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉൽപാദനം ചെയ്യുവാൻ സാധ്യത കൊടുക്കുന്നത് ഒരു വലിയ കാര്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ് ഒരുപക്ഷെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന പേരിലുള്ള ശാസ്ത്രലോകത്തിൻ്റെ സംശയ നിവാരണത്തിനുള്ള അടിസ്ഥാന വിശ്വാസ പ്രമാണം എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരുപക്ഷെ ഈ ക്രിസ്തു സംഭവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ എല്ലാ സംഭവങ്ങളിലും വ്യക്തികളിലുമൊക്കെ അവർ പകർന്ന സന്ദേശം നാം ഒക്കെ സ്വാംശീകരിക്കേണ്ടതാണ്. മേൽക്കൂരയില്ലാതെ ജീവിച്ച ആട്ടിടയന്മാരും
മേൽക്കൂരയിൽ ജീവിച്ച വിദ്വാൻമാരും തമ്മിലുള്ള ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ ആ നാളുകളിലെ ചരിത്ര അവലോകനം പറയുന്നത്, മേൽക്കൂരയില്ലാതെ ജീവിച്ചവർക്ക് യേശുവിനെ കാണുവാൻ വഴിതെറ്റാതെ പോയപ്പോൾ മേൽക്കൂരയുള്ളവരായി ജീവിച്ച വിദ്വാൻമാർക്ക്, പ്രത്യേകിച്ച് ചിലർക്കെങ്കിലും യേശുവിനെ അങ്ങനെ കാണുവാൻ കഴിഞ്ഞില്ല ആ രാത്രിയിൽ എന്നുള്ളതും നാം പ്രത്യേകം ഈ തരത്തിൽ ഓർക്കേണ്ടതാണ്. ഹെൻറി വാൻ ഡെയ്ക്സ് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ദ സ്റ്റോറി ഓഫ് അതർ വൈസ്മൻ എന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ യേശു ജനിച്ച രാത്രിയിൽ യേശുവിനെ കാണുവാൻ പോയ ധാരാളം വിദ്വാൻമാരെ പറ്റി പറയുന്നുവെങ്കിലും ആർത്തബാൻ എന്ന് പറയപ്പെടുന്ന ഒരു വിദ്വാനെ കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ സമ്മാനങ്ങളൊക്കെ ഒരു കല്ലിലൊതുക്കുവാനായി, അതിൻ്റെ വ്യാപാരത്തിനായി, വിപണനത്തിനായി സമയം ചിലവാക്കിയ സമയം കൊണ്ട് ആർത്തബാന് ദിശ തെറ്റുകയും നക്ഷത്രം കണ്ണിൽ നിന്നും മറയുകയും അങ്ങനെ ഒരിക്കലും ഒരിടത്തും എത്തിപ്പെടാൻ കഴിയാതെ യേശുവിൻ്റെ ശൈശവപ്രായത്തിൽ എവിടെയും കാണുവാൻ കഴിയാത്ത ഒരു വിദ്വാനായിട്ടാണ് ആർത്തബാനെ അവതരിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഹെൻറി വാൻ ഡെയ്ക്സ് രേഖപ്പെടുത്തുന്നത്, യേശു ആഗ്രഹിച്ച പല കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിനായി യേശുവിനായി സമർപ്പിക്കുവാൻ സ്വീകരിച്ച സകല നാണയത്തുട്ടുകളും ഓരോ ആവശ്യത്തിലിരിക്കുന്നവർക്കായി പങ്കിട്ടുകൊണ്ട് യേശുവിനെ അവസാനമായി കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് ജെറുസലേമിൻ്റെ തെരുവീഥിയിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കട്ടെ, മേൽക്കൂരയില്ലാത്തവർക്ക് യേശുവിനെ പെട്ടെന്ന് കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ മേൽക്കൂരയുള്ളവർക്കും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവർക്കും അല്പം താമസിച്ച് മാത്രമേ അവനെ കാണുവാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ തരുണത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ജോസഫ് നമ്മളൊരു സന്ദേശം പറയുന്നുണ്ട്. ഒരുപക്ഷെ കൗമാര സങ്കല്പങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് താനറിയാത്ത ഒരു ഗർഭത്തിന് ജോസഫ് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ ജോസഫ് ലോകത്തോട് പറഞ്ഞ സന്ദേശം വളരെ കൃത്യമാണ്. ജോസഫ് പറഞ്ഞു, തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു, മറിയത്തെ സംശയിക്കുന്നതിനേക്കാൾ ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ഉചിതമെന്ന സന്ദേശം നൽകുകയാണ്. മറിയം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. തൻ്റെ ഗർഭത്തിൽ ഒരു ശിശു ഉരുവായി എന്ന് മനസ്സിലാകുന്ന നിമിഷം സമപ്രയാസമുള്ള എലിസബത്തിനെ കാണുവാൻ മൈലുകൾ താണ്ടി എലിസബത്തിനെ കാണുവാനുള്ള മറിയയുടെ യാത്ര ദുരിതപൂർണമായ യാത്രയാണ്. നമുക്കറിയാവുന്നതുപോലെ ആ സമാഗമത്തിൽ ഏറ്റവും സന്തോഷിച്ചത് മറ്റാരുമല്ല, തങ്ങളുടെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞുങ്ങളാണ് എന്ന് വേദപുസ്തകം അത് സാക്ഷിക്കുമ്പോൾ മറിയ എടുത്ത ജീവിതത്തിൻ്റെ റിസ്ക്, ആ പ്രതിബദ്ധതയും ബദ്ധപ്പാടുമൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്ന് ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് രാത്രിയിൽ ഈ ആട്ടിടയന്മാർ നക്ഷത്രത്തെ പിന്തുടർന്നത്? എന്തുകൊണ്ടാണ് വിദ്വാൻമാർ തങ്ങൾക്കുള്ളതൊക്കെ ഒരു നാണയക്കല്ലിൽ അല്ലെങ്കിൽ സമ്മാനത്തിൽ ഒതുക്കിക്കൊണ്ട് യേശുവിനെ കാണുവാൻ പോകുവാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് ജോസഫ് തൻ്റെ സകല ആശയാദർശങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാൻ കാരണഭൂതമായത്? എന്തുകൊണ്ടാണ് മറിയ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏറ്റെടുത്തുകൊണ്ട് എലിസബത്തിനെ കാണാൻ ഓടിയത് എന്നൊക്കെ നാം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നാം ചെന്നെത്തുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ വാക്യത്തിൽ 2 പ്രത്യേക വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ശിശു എന്ന ഒരു സമ്മാനമാണ്. നാം 9-6 ആദ്യ ഭാഗം വായിക്കും, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശു ലോകത്തോട് പറയുന്നത് ഒന്നുമില്ലായ്മയുടെ ഒരു കഥയാണ്. ആ ശിശു ലോകത്തോട് പറയുന്നത് ഞാൻ ദുർബലതയുടെ പ്രതീകമാണ് എന്നുള്ളതിനാൽ ദുർബല അനുഭവത്തിലിരിക്കുന്ന എല്ലാവർക്കും എങ്കിലേക്ക് അടുത്തു വരാം, എന്നിൽ നിന്നും ആശ്വാസം കണ്ടെത്താമെന്ന ഒരു വലിയ സന്ദേശമാണ് ശിശു എന്ന വാക്കുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. അല്പം കൂടി പറഞ്ഞാൽ, ദുർബലമായെങ്കിലേ ദുർബലരായവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന സന്ദേശമാണ്.
യേശു ദുർബലനായിട്ട് പിറക്കുമ്പോൾ, ഒരു പഴംതുണിയിൽ പൊതിയപ്പെട്ടവനായി അവതരിപ്പിക്കപ്പെടുമ്പോൾ, ദുർബലമായവർക്കെല്ലാം ഒരു ആശ്വാസത്തെ സന്ദേശം അത് നൽകുകയാണ് എന്ന് ഓർക്കുന്നത് ഉചിതമാണ്. C.S. ലെവിസ് എന്ന് പറയപ്പെടുന്ന വിഖ്യാതനായ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, The Son of God became a man to enable men to become sons of God. ഒരുപക്ഷെ ഈ ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യരെ ദൈവ പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്, കരുതലിന്റെ തലത്തിലേക്ക് ഉയർത്തുവാനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ദുർബലരെ കാണുവാനുള്ള മനസ്സ് ഈ ശിശുവിലൂടെ സംഗ്രഹിച്ചെടുക്കുവാൻ, സ്വാംശീകരിച്ചെടുക്കുവാൻ ഈ ആഗമന കാലയളവ് ഉതകട്ടെ, അനുവദിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാഥമിക പ്രാർത്ഥന. രണ്ടാമത് നാം അവിടെ കാണുന്നത് ഗിഫ്റ്റ് ഓഫ് എ സൺ എന്നുള്ളതാണ്. പുത്രസമ്മാനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യാം. ആ പുത്രസമ്മാനം എന്ന് പറയപ്പെടുന്നത് യേശുവിൻ്റെ ദിവ്യത്വത്തെ വളരെ കൃത്യമായി വിവരിക്കുകയാണ്. അല്പം കൂടി പറഞ്ഞാൽ, ഈ പൈതൽ മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവന്റെ മരണ അനുഭവത്തിൽ നിന്നും മരണ താഴ്വരയിൽ നിന്നും അവനെ രക്ഷിക്കുവാനായി അയക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യമാണ് പുത്രസമ്മാനം എന്ന ഒരു വാക്കിലൂടെ യെശയ്യാ പ്രവാചകന്റെ ആ വാഗ്ദത്ത വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ സമ്മാനത്തിന്റെ ആധികാരിക ശക്തി ഈ ലോകത്തിന്റെ സൃഷ്ടിതാവായ തമ്പുരാനാണ് എന്ന് മറക്കുവാൻ ഇടവരുത്. അവൻ നൽകിയത് മറ്റൊന്നുമല്ല, നമുക്ക് നൽകിയത് ഒരു അത്ഭുത മന്ത്രിയാണ്, നമുക്ക് നൽകിയത് ഒരു വീരനാം ദൈവത്തെയാണ്, നമുക്ക് നൽകിയത് ഒരു സമാധാന പ്രഭുവിനെയാണ്. അവൻ നൽകുന്നത് മനുഷ്യന് ശക്തിയാണ്, അവൻ നൽകുന്നത് മനുഷ്യന് സ്നേഹമാണ്, അവൻ നൽകുന്നത് മനുഷ്യന് സമാധാനമാണ്. അതുകൊണ്ട് ഇതിലപ്പുറമായി ലോകത്തിൽ മനുഷ്യനൊന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആത്യന്തികമായി മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് ആവശ്യമായതെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ ശക്തിയും ആവശ്യമായ സ്നേഹവും ആവശ്യമായ സമാധാനവുമെല്ലാം ഇവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ തരുണത്തിൽ പുത്രസമ്മാനം, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന വാക്കിലൂടെ നാം വായിച്ച് മനസ്സിലാക്കേണ്ടത്. ലോകപ്രശസ്ത സുവിശേഷ പ്രസംഗകനായ ബില്ലി ഗ്രഹാം പറയുന്നുണ്ട്, The greatest need in our world today is the transformation of human hearts through Christ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമെന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിലൂടെയുള്ള മനുഷ്യരൂപാന്തരമാണ്, മനുഷ്യഹൃദയങ്ങളുടെ രൂപാന്തരമാണ്. നമുക്ക് അത്ഭുതമന്ത്രിയായി, വീരനാം ദൈവമായി, സമാധാന പ്രഭുവായി നമുക്ക് യേശുവിനെ ലഭിക്കുമ്പോൾ മനുഷ്യ ഹൃദയത്തിന്റെ രൂപാന്തരത്തിന് അവൻ ഉതകട്ടെ, കൂടെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആരോ ഇങ്ങനെ പറഞ്ഞു, ആഗമനത്തിന്റെ ആകെ സന്തോഷം എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഗോഡ്സ് ലവ് ഈസ് റാപ്ഡ് ഇൻ ഹ്യൂമൻ ഫോം. ദൈവത്തിന്റെ സ്നേഹം ഒരു മനുഷ്യ രൂപത്തിൽ പൊതിഞ്ഞു നൽകുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഗോഡ്സ് ലവ് ഈസ് റാപ്ഡ് ഇൻ ഹ്യൂമൻ ഫോം. മനുഷ്യ രൂപത്തിൽ ദൈവസ്നേഹത്തെ പൊതിഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് ഈ ആഗമന കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ആഴമേറിയ തലങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ ചേരുവകൾ കൂട്ടിയുള്ള മനുഷ്യവിഭാഗത്തെ രൂപീകരിച്ചെടുക്കാനുള്ള ഒരു വലിയ ആവേശമാണ് ആഗമനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ആഗമന കാലയളവിൽ ഒരുപക്ഷെ നാം പഴയ കാലങ്ങളിൽ ചില ഓർമ്മകൾ ജീവിക്കുകയല്ല. ഇപ്പോൾ നമ്മുടെ പല ഇടവകളിലുമൊക്കെ പുൽക്കൂടുകൾ ഒരുക്കുകയും 2000 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളുടെ ആഖ്യാനം, ജനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആഖ്യാനം നാം പലപ്പോഴും കണ്ടേക്കാം. എന്നാൽ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന സമൂഹത്തിന് അതൊരു ഭൂഷണമല്ല. കാരണം പുൽക്കൂട്ടിൽ ജനിച്ച യേശു അവൻ നമുക്കായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്ത് അവൻ വീണ്ടും വരുന്ന ആളുകൾക്കായി കാത്തിരിക്കുമ്പോൾ നാം ഈ ദിവസങ്ങളിലൊക്കെ സഭാ കലണ്ടർ പ്രകാരമൊക്കെ വായിക്കുന്നത് പോലെ ജനമെല്ലാം ഒന്നിച്ച് മാറുനാഥ കം
വരണമേ നാഥ എന്ന് പറയേണ്ട ഒരു കാലഘട്ടമാണ്. പൗലോസ് മാറനാഥ എന്ന സത്യത്തെ അനാവരണം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നു. അത് പറഞ്ഞ് എൻ്റെ ഈ റിഫ്ലക്ഷൻ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ധരിക്കുന്നത്. പൗലോസ് 1 കൊരിന്ത്യരുടെ പുസ്തകം എഴുതുന്ന സമയത്ത് അതിലെല്ലാ ഭാഗങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുവെങ്കിലും അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ച് പറയുന്നു, സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ, ആഗമനത്തിലെ ആഘോഷത്തിൽ മതിമറക്കുന്നവർ അടിസ്ഥാനപരമായി ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. വി ആർ ഫേം ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുന്നു. എന്താണ് വിശ്വാസത്തെ ബലത്തിന്റെ അടിസ്ഥാനം? യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്നും, യേശു നമുക്കായി ജീവിച്ചുവെന്നും, യേശു നമുക്കായി ക്രൂശിക്കപ്പെട്ടുവെന്നും, യേശു നമുക്ക് വേണ്ടി ഉയർത്തുവെന്നും, അവൻ വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അല്ലാത്തതൊന്നും വിശ്വാസമല്ല. അടിസ്ഥാനപരമായി യേശു നമുക്കായി ജനിച്ച് ജീവിച്ചു മരിച്ച് ഉയർത്തു വീണ്ടും വരും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവനോട് ചേരുവാനുള്ള ജീവിത ക്രമീകരണത്തിന് ഒരുക്കപ്പെടുന്നതാണ് ആഗമനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ ഉറപ്പ്. ആ ആഗമന വിശ്വാസത്തിന്റെ ഉറപ്പിൽ ലെറ്റ്സ് ബി ഫേം ആൻഡ് ഫെയ്ത്ത്. രണ്ടാമത്തൊരു ചിന്ത അവിടെ പൗലോസ് പറയുന്നത് ഹാവ് ലവ് ഇൻ ആക്ഷൻ. നമ്മുടെ പ്രവർത്തനത്തിൽ സ്നേഹത്തിൻ്റെ ചില അടയാളങ്ങൾ ഉണ്ടാകണം. സ്നേഹത്തിൻ്റെ ചില അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിനായി യേശുവിനെ ദാനം ചെയ്ത ലോകത്തിൽ ഇന്ന് ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സമ്മാനം സ്വീകരിക്കുവാൻ കഴിഞ്ഞ നമുക്ക് നമ്മുടെ കരങ്ങൾ രണ്ടും നീട്ടി സമസൃഷ്ടങ്ങളോട് കരുണയുടെ കരുതലിൻ്റെ കരങ്ങൾ നീട്ടേണ്ടതായിട്ടുണ്ട്. അത് ഈ ക്രിസ്മസ് കാലങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നാം വിശ്വസിക്കുന്ന, നാം പ്രഖ്യാപിക്കുന്ന യേശുവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാനായി നമ്മുടെ കരങ്ങൾ ഒരുപക്ഷെ അവരിലേക്ക് ചരിക്കേണ്ടതായിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, we need to have repentance of faith and repentance of purse. നമുക്ക് മനസ്സിനും രൂപാന്തരം ഉണ്ടാകണം, നമ്മുടെ പേഴ്സിനും രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണം എന്ന് പറയപ്പെടുന്നത് നൽകുന്ന അവസ്ഥയിലൂടെയാണ്. നാം ഈ കാലയളവിലൊക്കെ ഏറെ കാണുന്ന ഒരു വ്യക്തിത്വമാണല്ലോ സാന്റാക്ലോസ്. സാന്റാക്ലോസ് സാധാരണ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് ഒരു പാട്ടുപാടിയതിനു ശേഷം യേശു ജനിച്ചത് കൊണ്ട് സമ്പത്തിന്റെ പിരിവിനായിട്ടാണ്. എന്നാൽ സാന്റാക്ലോസിന്റെ ചരിത്രം കൃത്യമായി അറിയുന്ന ഒരാൾക്കും ഈ സാന്റാക്ലോസിന്റെ വേഷം കെട്ടിയിട്ട് ഒരു വീട്ടിലും പോയി പണം പിരിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാവുന്ന പോലെ അത് കഥ വിവരിക്കാൻ സമയമില്ല എങ്കിലും സാന്റാക്ലോസ് എന്ന വ്യക്തിത്വത്തിന്റെ പിന്നിൽ സെയിന്റ് നിക്കോളാസ് എന്ന് പറയപ്പെടുന്ന ഒരു വിശുദ്ധന്റെ ജീവചരിത്രമുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരുപക്ഷെ ക്രിസ്മസ് നമ്മോട് പറയുന്നു, ക്രിസ്മസ് ഈസ് മെന്റ് ഫോർ ഗിവിങ്, നോട്ട് ഫോർ ഗെറ്റിംഗ്. ക്രിസ്മസ് എന്ന് പറയപ്പെടുന്നത് സ്നേഹത്തിലൂടെ കൊടുക്കുവാനുള്ളതാണ്, നേടുവാനുള്ളതല്ല എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് നമ്മോട് പറയുന്നു ഹാവ് ലവ് ഇൻ ആക്ഷൻ. പ്രവൃത്തിയിൽ സ്നേഹത്തിന്റെ ചില അടയാളങ്ങൾ ഉണ്ടാകണം. മൂന്നാമത് പൗലോസിന്റെ മറ്റൊരു ദർശനമാണ് ലവ് ജീസസ് ഇന്റിമേറ്റ്ലി. യേശുവിനെ വളരെ അടുത്ത് അറിയേണ്ടതായിട്ടുണ്ട്. പലതരത്തിൽ യേശുവിനെ അറിയുവാൻ കഴിയും. ഓരോ ആഗമനത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഓഫ് ബ്ലെസ്സിങ്സ് റീറ്ററേറ്റഡ്. ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ സമയമാണ് ഇത്. കഴിഞ്ഞ കാലങ്ങളുടെ ആഖ്യാനമല്ല, മറിച്ച് പ്രതീക്ഷയോടെ അവന്റെ വരവിനായി കാത്തിരിക്കേണ്ട സമയമാണ്. ലോക ചരിത്രത്തെ മാറ്റിമറിക്കുകയും സഭയുടെ വിശ്വാസത്തെ മാറ്റിമറിക്കുകയും ചെയ്ത പൗലോസ് നമ്മോട് പറയുന്നു, നമുക്കൊരു കരച്ചിലുണ്ടാകണം, ആമേൻ കർത്താവേ വേഗം വരണമേ മാർനാഥ. സോ ലെറ്റ്സ് ബി ഫേം ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. വി നീഡ് ടു ഷോ ലവ് ഇൻ ആക്ഷൻ. നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വി നീഡ് ടു ലവ് ജീസസ് ഇന്റിമേറ്റ്ലി. അവനെ വളരെ ആധികാരികമായി അടുത്ത് സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ദൈവകൃപയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ. ഈ കാലയളവ് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവിനുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാകട്ടെ, അവനെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുന്ന ദിവസങ്ങളാകട്ടെ, അവനെ അടുത്ത ദിവസങ്ങളും നിമിഷങ്ങളുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ആഗമനത്തിന്റെ സന്തോഷത്തെ പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.